5 ലക്ഷം വർഷം പഴക്കമുള്ള ഫോസിൽ കിട്ടി. 10,000 കൊല്ലം മുമ്പ് മരിച്ചുപോയ യുവാവിൻ്റെ അസ്ഥികൂടം ലഭിച്ചു എന്നൊക്കെ നാം സ്ഥിരം കേൾക്കാറുള്ള വാർത്തകളാണ്. എന്നാൽ എങ്ങനെയാണ് ഈ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആരും എന്തായാലും അതൊന്നും എഴുതി വയ്ക്കില്ലല്ലോ. പിന്നെ അതൊരപാരമായ ശാസ്ത്രീയ മാർഗമാണ് കൂട്ടുകാരെ. റേഡിയോ ആക്ടിവിറ്റി ഉപയോഗിച്ചുകൊണ്ടുള്ള റേഡിയോ കാർബൺ ഡേറ്റിംഗ് എന്ന വിദ്യയാണിത്. കാർബണിൻ്റെ റേഡിയോ ഐസോട്ടോപ്പായ കാർബൺ-14ൻ്റെ റേഡിയോ ആക്റ്റീവ് ഡീകെ കണക്കാക്കിയാണ് ഇത് ചെയ്യുന്നത്. പുരാവസ്തു ഗവേഷണം, നരവംശാസ്ത്രം എന്നീ മേഖലകളിലൊക്കെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് റേഡിയോ കാർബൺ ഡേറ്റിംഗ്. നമുക്കിന്ന് ഈ വിഷയം ചർച്ച ചെയ്താലോ? റെഡിയല്ലേ? പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമസ്കാരം. സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മടിക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം കമൻറ്റായി രേഖപ്പെടുത്തണം. റേഡിയോ ആക്ടിവിറ്റിയെക്കുറിച്ച് അറിഞ്ഞാലേ നമുക്ക് ഈ വിഷയം പൂർണ്ണമായും മനസ്സിലാവുകയുള്ളൂ. നമുക്കറിയാം, എല്ലാ വസ്തുക്കളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് എന്നത് ആറ്റങ്ങളാണ്. ആറ്റം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നിവയാലും. പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺ, ചാർജൊന്നുമില്ലാത്ത ന്യൂട്രോൺ എന്നിവയടങ്ങിയ ന്യൂക്ലിയസിന് ചുറ്റും പല ഷെല്ലുകളിലായി നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ കറങ്ങുന്നു. പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളുടെ അത്രയും എണ്ണം ഇലക്ട്രോണുകൾ, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ ആണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരാറ്റം സാധാരണഗതിയിൽ ഇലക്ട്രിക്കലി ന്യൂട്രലായിരിക്കും. ഈ അടിസ്ഥാന കണങ്ങളുടെ എണ്ണമാണ് ഒരു വസ്തുവിനെ മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത് ഒരു പ്രോട്ടോൺ മാത്രമുള്ള ന്യൂക്ലിയസും അതിനു ചുറ്റും കറങ്ങുന്ന ഒരേ ഒരു ഇലക്ട്രോണും മാത്രമുള്ള സംവിധാനമാണ്. എന്നാൽ 2 പ്രോട്ടോണും 2 ന്യൂട്രോണും 2 ഇലക്ട്രോണുമുള്ള ഒരു സംവിധാനമാണെങ്കിൽ അത് ഹീലിയമാണ്. ഇങ്ങനെ അടിസ്ഥാന കണങ്ങളുടെ എണ്ണം മാറുന്നതിനനുസരിച്ച് വ്യത്യസ്ത മൂലകങ്ങളായി അത് മാറുന്നു. അപ്പോൾ ഒരു കാര്യം തീർച്ചയാണല്ലോ, ഈ അടിസ്ഥാന കണങ്ങളുടെ എണ്ണത്തിന് മാറ്റം വന്നാൽ അത് മറ്റൊരു മൂലകമായി മാറും എന്നത് ഉറപ്പല്ലേ? സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കാറില്ല. പക്ഷേ അവിടെയും ചില തലതിരിഞ്ഞവന്മാരുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ ഹെൻറി ബേക്കറിൽ തൻ്റെ ലാബിൽ ഭദ്രമായി ഇരുട്ടിൽ തന്നെ വെച്ചിരുന്ന ഫോട്ടോഗ്രാഫിക് പ്ലേറ്റുകളിൽ മാറ്റം വരുന്നത് ശ്രദ്ധിച്ചു. സാധാരണ സൂര്യപ്രകാശത്തിൽ സംഭവിക്കുന്നത് പോലുള്ള മാറ്റങ്ങൾ തന്നെയായിരുന്നു അത്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന അന്വേഷണത്തിനൊടുവിലാണ് ശാസ്ത്രചരിത്രത്തിലെ ഏറ്റവും വിപ്ലവകരമായ ഒരു കണ്ടെത്തൽ നടക്കുന്നത്. തൻ്റെ ലാബിൽ സൂക്ഷിച്ചിരുന്ന ചില രാസവസ്തുക്കളിൽ, പ്രത്യേകിച്ച് ഫോസ്ഫറസിൽ നിന്ന് പുറപ്പെടുന്ന അദൃശ്യ രശ്മികളാണ് ഈ സംഭവത്തിലെ വില്ലൻ എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതേസമയം തന്നെ പാരലായി മേരി ക്യൂറിയും ഭർത്താവ് പിയറി ക്യൂറിയും ഈ പ്രതിഭാസം കണ്ടെത്തിയിരുന്നു. ഒടുവിൽ ചില മൂലകങ്ങളുടെ ന്യൂക്ലിയസിനുള്ളിൽ നിന്ന് വരുന്ന അദൃശ്യ വികിരണങ്ങളാണ് ഈ പ്രതിഭാസത്തിന് കാരണം എന്ന് തിരിച്ചറിഞ്ഞു. നോക്കൂ സുഹൃത്തുക്കളെ, ഈ റേഡിയോ എന്ന് കേട്ടാൽ നമ്മുടെ ആകാശവാണി അല്ല കേട്ടോ. അദൃശ്യ രശ്മികൾ, റേഡിയേഷൻ പുറപ്പെടുവിക്കുന്ന പ്രതിഭാസം എന്ന് മാത്രമേ ഇതിനർത്ഥമുള്ളൂ. പിന്നീട് റുദർഫോർഡ് ഈ പ്രതിഭാസത്തെ വിശദമായി ഗവേഷണം ചെയ്ത് കൃത്യമായ വിശദീകരണം നൽകി. ചില മൂലകങ്ങളുടെ, പ്രത്യേകിച്ച് ഒരുപാട് പ്രോട്ടോണുകളും ന്യൂട്രോണുകളുമുള്ള ഭാരം കൂടിയവ, ഉദാഹരണത്തിന് യുറേനിയം, പ്ലൂട്ടോണിയം, തോറിയം, ബേരിയം, റേഡിയം, അങ്ങനെ ചിലതിൻ്റെ ന്യൂക്ലിയസ് വളരെ അൺസ്റ്റേബിൾ ആയിരിക്കും. കൂടുതൽ അംഗങ്ങളുള്ള ചില കുടുംബങ്ങൾ പോലെ. അവിടെ ഈ കണങ്ങളെ ചേർത്ത് നിർത്തുന്ന വീക്ക് ഇൻ്ററാക്ഷൻ എന്നൊരു അടിസ്ഥാന ബലമുണ്ട്. ഇത് ശരിയല്ലെങ്കിൽ, പ്രശ്നമാണെങ്കിൽ ആണ് ഇങ്ങനെ സംഭവിക്കുക. അപ്പോൾ ഈ ന്യൂക്ലിയർ കണങ്ങൾ, പ്രത്യേകിച്ച് ന്യൂട്രോണുകൾ, പിളർന്ന് ഇലക്ട്രോണുകളും പ്രോട്ടോണുകളുമായി മാറും. ഇങ്ങനെ പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം അവിടെ നിൽക്കാതെ പുറത്തേക്ക് വരും. അതിലൊന്ന് ഭാരമുള്ള 2 പ്രോട്ടോണുകൾ അടങ്ങിയ ആൽഫ കണങ്ങൾ, ആൽഫ റേസ്. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ അഥവാ ബീറ്റ കണങ്ങൾ, അതിനാണ് ബീറ്റ റേസ് എന്ന് പറയുക. ഇതിനിടയിൽ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ഫ്രീക്വൻസി വളരെ കൂടിയ ഗാമ റേസും വരും.
അങ്ങനെ 3 തരത്തിലുള്ള ആൽഫ, ബീറ്റ, ഗാമ ഇങ്ങനെയുള്ള 3 തരത്തിലുള്ള അദൃശ്യ രശ്മികളാണ് ഇതിൽ നിന്ന് പുറത്തേക്ക് വരിക. ഇതിൽ ആൽഫയും ബീറ്റയും രശ്മികളെന്ന് പറയാമെങ്കിലും അവ കണങ്ങൾ തന്നെയാണ്, ന്യൂക്ലിയസിനുള്ളിലെ കണങ്ങൾ തന്നെയാണ്. ഈ പ്രോസസ്സിൽ ആ മൂലകത്തിൻ്റെ ന്യൂക്ലിയർ സ്ട്രക്ചർ മുഴുവൻ മാറും. ന്യൂക്ലിയർ ഘടന മാറുക എന്നാൽ ന്യൂക്ലിയസിനുള്ളിലെ കണങ്ങളുടെ എണ്ണം മാറുക എന്നതാണല്ലോ. ന്യൂട്രോണുകൾ കുറയും, പ്രോട്ടോണുകൾ കൂടും. അപ്പോൾ സ്വാഭാവികമായി അത് വേറൊരു മൂലകമായി മാറും. ഇതാണ് റേഡിയോ ആക്റ്റീവ് ഡീക്കേയിൽ സംഭവിക്കുക. ഡീക്കേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പോവുക, അത് മറ്റൊന്നായി മാറുക. ഒന്ന് മറ്റൊന്നായി മാറുമ്പോൾ ഒന്നിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു വരുമല്ലോ. അതിനാണ് ഡീക്കേ ചെയ്യുക എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു മൂലകം മറ്റൊരു മൂലകമായി മാറുന്നത് ഓരോന്നിലും വ്യത്യസ്ത വേഗതയിലായിരിക്കും. അങ്ങനെ ഒരു മൂലകം പകുതിയായി മാറുന്ന അവസ്ഥയാണ് മൂലകത്തിൻ്റെ അർദ്ധായുസ് അഥവാ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. ഇത് ഓരോ മൂലകത്തിനും വ്യത്യസ്തമാണ്. ഇവിടെ നമ്മൾ ഐസോട്ടോപ്പ് എന്താണെന്ന് കൂടി മനസ്സിലാക്കണം. ഒരു മൂലകത്തിൻ്റെ ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ചിലപ്പോൾ ന്യൂട്രോണുകൾ ഉണ്ടാവില്ല. ഉദാഹരണത്തിന് ഹൈഡ്രജൻ തന്നെ എടുക്കാം. ഒരു സാധാരണ ഹൈഡ്രജൻ ന്യൂക്ലിയസ് എന്നത് ഒരു പ്രോട്ടോൺ മാത്രമുള്ള സിസ്റ്റമാണ്. എന്നാൽ ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണുമുള്ള ഹൈഡ്രജനുമുണ്ട്. അതാണ് ഡ്യൂട്ടീരിയം. പ്രോട്ടോണുകളുടെ എണ്ണം മാറാത്തത് കൊണ്ട് മൂലകത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം മാറില്ല. പക്ഷേ അത് വേറൊരു വകഭേദമാണ്. ഇതിനെ ഹൈഡ്രജൻ 2 എന്നും വിളിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മൾ ഈ ദോശമാവ് ഉണ്ടാക്കുന്നില്ലേ? എന്താണ്? ഇത്ര കപ്പ് അരി, ഇത്ര കപ്പ് ഉഴുന്ന്, അത്രയും ചേർത്ത് മിക്സിയിലിട്ടടിച്ച് പുളിക്കാൻ വെക്കുമ്പോൾ അത് ഒരു ദോശമാവായി. ഈ പ്രൊപ്പോർഷൻ ഒന്ന് മാറ്റിയാലോ? അരിയും ഉഴുന്നും 3 കപ്പ് അരിയും 1.5 കപ്പ് ഉഴുന്നുമാണെങ്കിൽ വേറൊരു പരീക്ഷണം നടത്തുന്നു. ഒരു 3 കപ്പ് അരിക്ക് 2 കപ്പ് ഉഴുന്ന് എന്ന രീതിയിലേക്ക് മാറുമ്പോൾ ഇതിൻ്റെ അടിസ്ഥാന സ്വഭാവമൊന്നും മാറുന്നില്ല. പക്ഷേ അത് വേറൊരു ദോശമാവാണത്. ദോശമാവ് തന്നെ 2 തരത്തിൽ എന്ന് പറഞ്ഞതുപോലെയുള്ള 2 വകഭേദങ്ങൾ. അതുപോലെ ഒന്നാണ് ഈ പറഞ്ഞ ഹൈഡ്രജൻ 2 എന്ന് വിളിക്കുന്നത്. ഈ ഡ്യൂട്ടീരിയത്തിനെ ഹൈഡ്രജൻ 2 എന്ന് പറയും. ഇതിലെ ഈ 2 എന്നത് ന്യൂക്ലിയസിനുള്ളിലെ കണങ്ങളുടെ എണ്ണമാണ്. ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും. അപ്പോൾ 2 കണങ്ങളില്ലേ? ഈ പറഞ്ഞതാണ് ഐസോട്ടോപ്പ്. അത് ക്ലിയർ ആയല്ലോ. ഒരേ റേഡിയോ ആക്റ്റീവ് മൂലകത്തിൻ്റെ വിവിധ ഐസോട്ടോപ്പുകൾക്ക് വിവിധ ഹാഫ് ലൈഫ് ആയിരിക്കും ഉണ്ടാവുക. ഉദാഹരണത്തിന് യുറേനിയം 238ൻ്റെ ഹാഫ് ലൈഫ് 450 കോടി വർഷം, 4.5 ബില്യൺ വർഷമാണ്. എന്നാൽ വേറൊരു യുറേനിയം ഐസോട്ടോപ്പായ യുറേനിയം 235ൻ്റെ ഹാഫ് ലൈഫ് 70 കോടി വർഷമാണ്. ഇങ്ങനെ വിവിധ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളുടെയും അവയുടെ ഐസോട്ടോപ്പുകളുടെയും ഹാഫ് ലൈഫുകൾ മില്ലി സെക്കൻഡ് മുതൽ 100 കണക്കിന് കോടി വർഷങ്ങൾ വരെ വ്യത്യസ്തമായി കിടക്കുന്നു. അവിടെയും നമുക്ക് ഈ ദോശമാവിൻ്റെ ഉദാഹരണമാക്കി എടുക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 3 കപ്പ് അരിയും 1.5 കപ്പ് ഉഴുന്നും ചേർത്ത് അരച്ചുണ്ടാക്കിയ ദോശമാവ് ഒരു 5 മണിക്കൂർ കൊണ്ട് പുളിക്കുമെങ്കിൽ ആ ഉഴുന്നിൻ്റെ അളവ് ഇത്തിരി കൂട്ടിയാൽ ആ പുളിക്കുന്ന സമയം മാറും എന്ന് പറയുന്നത് മാതിരി. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. സുഹൃത്തുക്കളെ, ഈ വീഡിയോയുടെ വിഷയത്തിലേക്ക് കടക്കാൻ ഇത്രയും മനസ്സിലാക്കിയേ പറ്റൂ. നമുക്കിനി എന്താണ് ഈ റേഡിയോ കാർബൺ ഡേറ്റിംഗ് എന്ന് നോക്കാം. പ്രകൃതിയിൽ ഏറ്റവും അധികമുള്ള ഒരു മൂലകമാണ് കാർബൺ. എല്ലാ ജീവജാലങ്ങളുടെയും നമ്മളുടെയൊക്കെ നിർമ്മിതിയുടെ അടിസ്ഥാന ഘടകമാണ് കാർബൺ. നമ്മളൊക്കെ മരിച്ച് മണ്ണടിഞ്ഞ്, ജീവജാലങ്ങളും പ്രകൃതിയിലെ മരങ്ങളും ഒക്കെ മരിച്ച് മണ്ണടിഞ്ഞ് കുറേ കോടിക്കണക്കിന് വർഷത്തെ പ്രോസസ്സിങ്ങിന് ശേഷമൊക്കെ അതിനുള്ളിലെ കാർബൺ ഒക്കെ ചേർന്നാണ് പെട്രോളിയവും കൽക്കരിയും ഒക്കെയായി മാറുന്നത്. കാർബൺ വളരെ പ്രധാനമാണ്. ഈ കാർബണിന് 3 ഐസോട്ടോപ്പുകളുണ്ട്. ഇതിലേറ്റവും കൂടുതലുള്ളതും വളരെ സ്റ്റേബിളായതുമായ കാർബൺ ഐസോട്ടോപ്പാണ് സാധാരണ കാണുന്നത്. അതാണ് കാർബൺ 12. ഇതിൻ്റെ ന്യൂക്ലിയസിനുള്ളിൽ 6 പ്രോട്ടോണും 6 ന്യൂട്രോണുമാണുള്ളത്. പ്രകൃതിയിലാകെയുള്ളതിൻ്റെ 99% ഈ വകഭേദമാണ്. ഇതുകൂടാതെ കാർബൺ 13 എന്ന് പറയുന്ന ഒരെണ്ണം കൂടിയുണ്ട്. വളരെ കുറച്ചേ ഉള്ളൂ, 1% താഴെയുള്ളൂ.
ഇത് രണ്ടും റേഡിയോ ആക്റ്റീവ് അല്ല. എന്നാൽ കാർബൺ-14 എന്നൊരു ഐസോട്ടോപ്പ് ഉണ്ട്. ഇതിൻ്റെ ന്യൂക്ലിയസിനുള്ളിൽ 6 പ്രോട്ടോണും 8 ന്യൂട്രോണും ഉണ്ട്. അതുകൊണ്ടാണിത് ടോട്ടൽ 14 ആവുന്നത്. അതുകൊണ്ടാണ് ഇതിനെ കാർബൺ-14 എന്ന് വിളിക്കുന്നത്. ഇത് റേഡിയോ ആക്റ്റീവാണ്. ഇതിൻ്റെ ഹാഫ് ലൈഫ് 5730 വർഷമാണ്. അതായത് 1 കിലോ കാർബൺ-14 5730 വർഷം കൊണ്ട് 1/2 കിലോയാകും. അടുത്ത 5730 വർഷം കൊണ്ട് അത് 1/4 കിലോയാകും. അങ്ങനെ പോകും. അന്തരീക്ഷത്തിൽ 78% നൈട്രജനും 21% ഓക്സിജനും 1% ബാക്കി എല്ലാ മൂലകങ്ങളും ഉണ്ട് എന്നറിയാമല്ലോ. സൂര്യനിൽ നിന്നുള്ള കോസ്മിക് റേഡിയേഷനുകളുടെ ഭാഗമായി വരുന്ന കുറേ ന്യൂട്രോണുകൾ, ഈ കോസ്മിക് റേഡിയേഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ അങ്ങനെയുള്ള റേഡിയേഷനുകളല്ല, ഈ കണങ്ങൾ തന്നെയാണ്. പ്രോട്ടോണുകളും ന്യൂട്രോണുകളും അവിടുത്തെ ആ ഭയങ്കര ചൂട് കാരണം ഇങ്ങനെ അതിൽ നിന്ന് പുറത്തേക്ക് പോരുന്നതാണത്. അങ്ങനെ വരുന്ന ന്യൂട്രോണുകൾ അന്തരീക്ഷത്തിലെ ഹൈഡ്രജൻ ആറ്റങ്ങളുമായിട്ട് കടിപിടി കൂടി അതിൻ്റെ ന്യൂക്ലിയസിലുള്ള 7 പ്രോട്ടോണുകളിൽ ഒന്നിനെ അടിച്ച് പുറത്താക്കി അതിൻ്റെ അകത്ത് കയറിയിരിക്കും. അതായത് ഒരു നൈട്രജൻ ആറ്റത്തിൻ്റെ അകത്ത് 7 പ്രോട്ടോണുകളാണുള്ളത്. പുറത്തുനിന്ന് ഒരു ന്യൂട്രോൺ അതിൻ്റെ അകത്ത് ഇടിച്ച് കയറി ഭയങ്കര പ്രശ്നമുണ്ടാക്കി ഒരുത്തനെ അതിൽ നിന്ന് അടിച്ച് പുറത്ത് കളയും. അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ ഒരു നൈട്രജൻ ന്യൂക്ലിയസ് 6 പ്രോട്ടോണും 8 ന്യൂട്രോണുമുള്ള മറ്റൊരു ന്യൂക്ലിയസായി മാറും. നോക്കൂ, ഇതല്ലേ കാർബൺ-14 എന്ന് പറയുന്നത്. കാർബൺ-14ൻ്റെ ഉള്ളിലും എന്താ ഉള്ളത്? 6 പ്രോട്ടോണും 8 ന്യൂട്രോണുമുണ്ട്. ഇങ്ങനെയുള്ള ഈ ന്യൂക്ലിയർ ആക്ടിവിറ്റി കാരണം, കോസ്മിക് റേസ് മൂലമുള്ള ന്യൂക്ലിയർ ആക്ടിവിറ്റി കാരണം ഈ അന്തരീക്ഷത്തിലെ നൈട്രജൻ കാർബൺ-14 ആയി മാറും. വളരെ കുറച്ച്. ഇങ്ങനെ അന്തരീക്ഷത്തിൽ വളരെ കുറഞ്ഞ നിലയിൽ കാർബൺ-14 ഉണ്ട്. നാം ശ്വസിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വളരെ കുറഞ്ഞ അളവിലാണെങ്കിലും ഈ കാർബൺ-14 പോകുന്നുണ്ട്. അതവിടെ ഡെപ്പോസിറ്റ് ആകുന്നുണ്ട്. ഇങ്ങനെ എല്ലാ ജീവജാലങ്ങളും അവയുടെ ജീവിതകാലം മുഴുവൻ കാർബൺ-14 അവരുടെ ശരീരത്തിൽ സംഭരിച്ചു വയ്ക്കുന്നുണ്ട്. അത് റേഡിയോ ആക്റ്റീവ് ആയതുകൊണ്ട് കുറേശ്ശെ ഡീക്കേ ചെയ്ത് പോകുന്നുമുണ്ട്. ഈ ആഗിരണവും ഡീക്കേയും ആ ജീവിയുടെ ജീവിതകാലത്ത് ഒരു കൃത്യമായ ബാലൻസിൽ അങ്ങനെ നിൽക്കും. ഈ ജീവി മരിച്ചു കഴിഞ്ഞാൽ അതിന് മരമായിക്കോട്ടെ, മനുഷ്യനായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ഈ കാർബൺ-14 ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നത്, ആഗിരണം ചെയ്യുന്നത് നിൽക്കും. എന്നാൽ ഓൾറെഡി അതിൻ്റെ അകത്ത് കുറച്ച് കാർബൺ-14 ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഡീക്കേ തുടർന്നുകൊണ്ടേയിരിക്കും. ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ലഭിക്കുന്ന ഒരു മരക്കഷ്ണം അല്ലെങ്കിൽ ഒരു ഫോസിൽ, അത് ജീവിച്ചിരുന്ന കാലത്ത് സംഭരിച്ച കാർബൺ-14 കുറച്ച് ബാക്കി ഉണ്ടാകും. മുമ്പേ പറഞ്ഞല്ലോ, 10 കിലോ എന്നുള്ളത് 5 കിലോയാകും, 5 കിലോ എന്നുള്ളത് 2.5 കിലോയാകും, 2.5 കിലോ 1.25 കിലോയാകും. അതൊരിക്കലും തീരില്ല പൂർണ്ണമായിട്ടും. അതിങ്ങനെ കുറഞ്ഞു വരികയുള്ളൂ. അങ്ങനെ കുറച്ച് ഒരിത്തിരി ബാക്കി ഉണ്ടാകും. അതെത്രയുണ്ട് എന്ന് കൃത്യമായിട്ട് കണക്കാക്കാൻ കഴിയും. ഉദാഹരണത്തിന് ഒരു ഫോസിൽ കിട്ടിയപ്പോൾ അതിൽ 10 എന്ന അളവിൽ കാർബൺ-14 ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ കാർബൺ-14 ഹാഫ് ലൈഫായ 5730 വർഷങ്ങൾക്ക് മുമ്പ് അത് 20 ആയിരിക്കുമല്ലോ. 11460 വർഷങ്ങൾക്ക് മുമ്പ് അത് 40 ആയിരിക്കുമല്ലോ. അങ്ങനെ കണക്കാക്കി പോയാൽ എന്നാണ് ഈ ജീവി അല്ലെങ്കിൽ ആ വൃക്ഷം അവസാനം ശ്വസിച്ചത് എന്ന് കൃത്യമായിട്ട് കിട്ടും. ഇത് കണക്കാക്കുന്നത് ആ ഫോസിലിൽ ഒരിക്കലും ഡീക്കേ ചെയ്യാതെ കിടക്കുന്ന കാർബൺ-12 അളവും കൂടി നോക്കിയാണ്. പറഞ്ഞല്ലോ, കാർബൺ ആണ് നമ്മുടെ ശരീരമൊക്കെ നിർമ്മിച്ചിരിക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാന വസ്തു കാർബണാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ആ കാർബണിൻ്റെ അളവ് അങ്ങനെ തന്നെ അവിടെ നിൽക്കും. ജീവിച്ചിരിക്കുമ്പോൾ ഈ കാർബൺ-12ഉം കാർബൺ-14 തമ്മിൽ ഒരു കൃത്യമായ ഒരു റേഷ്യോ ഉണ്ട്. ഇത്ര കാർബൺ-14, ഇത്ര കാർബൺ-12 എന്നുള്ള. എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ ഈ കാർബൺ-14 ഡീക്കേ ചെയ്തു കുറയുകയും ചെയ്യും. എന്നാൽ കാർബൺ-12 അങ്ങനെ തന്നെ ഇവിടെ നിൽക്കുകയും ചെയ്യും. അതായത് ഈ റേഡിയോ ആക്റ്റീവ് ഡീക്കേ കാരണം ആ റേഷ്യോ തെറ്റും. ഡീക്കേ ആകാത്ത കാർബൺ-12 അളവും ഡീക്കേ ആയ കാർബൺ-14 അളവും കമ്പയർ ചെയ്ത് എന്നായിരുന്നു ഇവ കൃത്യമായൊരു റേഷ്യോയിൽ ഉണ്ടായിരുന്നത് എന്ന് കണക്കാക്കും. ആ കണക്കാക്കാൻ പറ്റും.
ഇങ്ങനെയാണ് ഈ ഫോസിലുകളുടെയും വൃക്ഷങ്ങളുടെയും മരക്കഷ്ണങ്ങളുടെയും ഒക്കെ ആയുസ് അതെത്ര പഴക്കമുണ്ട് എന്ന് കണക്കാക്കുന്നത്. എന്താ അല്ലേ? അമേരിക്കൻ ശാസ്ത്രജ്ഞനായ വില്യർഡ് ലിബി ആണ് മഹത്തായ ഈ കണ്ടെത്തൽ നടത്തിയത്. ഇതിന് അദ്ദേഹത്തിന് കെമിസ്ട്രിക്കുള്ള നോബൽ സമ്മാനവും ലഭിച്ചിട്ടുണ്ട്. ഒരിക്കൽ ജീവനുണ്ടായിരുന്ന വസ്തുക്കളുടെ പഴക്കം നിർണ്ണയിക്കാനാണ് റേഡിയോ കാർബൺ ഡേറ്റിംഗ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ ജീവനില്ലാത്ത പാറകൾ, പുരാവസ്തുക്കൾ, അതിൻ്റെയൊക്കെ പഴക്കം നിർണ്ണയിക്കാൻ ഇതുപോലെ വേറെ ടെക്നിക്കുകളുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം പൊട്ടാസ്യം ആർഗൺ ഡേറ്റിംഗ് ആണ്. റേഡിയോ കാർബൺ ഡേറ്റിംഗ് പോലെ തന്നെയുള്ള മറ്റൊരു മെത്തേഡാണിത്. അഗ്നിപർവ്വത അവശിഷ്ടങ്ങളിൽ ഈ രീതി ഉപയോഗിച്ച് അത് നിർണ്ണയിക്കുമ്പോൾ എന്നാണ് ആ ലാവാപ്രവാഹം ഉണ്ടായത്, ആ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത് എന്നാണ് എത്ര പ്രാവശ്യം അത് പൊട്ടിത്തെറിച്ചിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ കഴിയും. പക്ഷേ ഇത് ഈ റേഡിയോ കാർബൺ ഡേറ്റിങ്ങിൻ്റെ അത്രയും കൃത്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതായത് ഈ പഴക്കം കണക്കാക്കുന്ന രീതികളിലെ രാജാവ് റേഡിയോ കാർബൺ ഡേറ്റിംഗ് തന്നെയാണ്, സംശയമില്ല. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.